നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. 319 പേരായി ഇപ്പം മരണം അല്ലേ? അതെ, ഏതാണ്ട് നമ്മൾ അന്ന് പറഞ്ഞ പോലെ 400 കടക്കുകയോ അല്ല. അതെ, എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ പറഞ്ഞ 400 എന്നാണ്. അതെ, ഞാനത് പറയാൻ കാര്യം, അന്ന് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നുറുജിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞത് 400-500 പേര് മരിച്ചെന്നാണ്. പിന്നെ നമ്മൾ അന്ന് ഈ 17-20 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 400 ശരിയല്ലാത്തതുകൊണ്ട് പറയാറുന്നതാണ്. പക്ഷെ ഇന്നിപ്പം ഏറ്റവും ഒടുവിൽ കട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 319 മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഏതാണ്ട് 290 പേരെ കാണാനില്ലെന്ന് ഇപ്പം പറയുന്നത്. വീണ്ടും. അതെ, അതിനർത്ഥം 600 കിടക്കാം. അതെ, ഇതൊന്നും ആയിരിക്കത്തില്ല. ഒരു ഗ്രാമം ഒഴുകിപ്പോയതല്ലേ മൊത്തത്തിൽ? ഒഴുകിപ്പോയതാണ്. എത്ര പേര് കാണും? മാത്രമല്ല ആരൊക്കെ പോയില്ലെന്ന് പറയാൻ അവിടെ ആരും ഇല്ലല്ലോ. ആരുമില്ല. അതിനിടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി 4 പേര്. പക്ഷെ അത് അങ്ങനല്ല. അവർ സേഫായ സ്ഥലത്ത് അവരുടെ പറ്റിയില്ല. ഇല്ല. പിന്നെ ആരോടെന്ന് പറയാനാ? അതുകൊണ്ട് അവർക്കുള്ള സംവിധാനങ്ങൾ കൊണ്ട് അവിടെ പിടിച്ച് അവർ കഴിഞ്ഞു. എന്തായാലും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത തരത്തിലുള്ള ഭയപ്പെടുന്ന വാർത്ത. പീയൂഷ് മിക്കവാറും വിളിക്കും എല്ലാ ദിവസവും വൈകുന്നേരം. നിങ്ങൾ വിളിക്കാറുണ്ടോ? ഇല്ല, എന്നെ വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും പീയൂഷ്. ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവൻ പറയുന്നത് ഈ ഭീകരത, അതായത് പലതരത്തിൽ ഒന്നീ മൃതദേഹങ്ങളൊക്കെ കാണാം, എടുക്കുന്നത് കാണാം. പിന്നെ പട്ടാളക്കാരുടെ ആ ദുരിതാശ്വാസ പ്രവർത്തകരുടെയും കഷ്ടപ്പാടും വേദനകളും, ഈ മനുഷ്യരുടെ ദുരന്തത്തിൽപ്പെട്ടവരുടെ നിസ്സഹായത. നമ്മളിത് പറയുമ്പോഴും ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും ഇറങ്ങിപ്പോകുന്നൊരു കാലം വരും. എത്ര നാളെന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും ഇറങ്ങിപ്പോകുന്നൊരു കാലം വരും. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട 2 വിഷയങ്ങൾ. ഒന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഒരുപാട് വീഴ്ചകൾ. അത് പലരും അത് ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഈ പല വീഴ്ചകളും ഇപ്പോൾ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ പേടിയാണ്. കാരണം ദുരന്ത സമയത്ത് കുറ്റം പറയരുതെന്നുള്ളൊരു നിലപാട്, ഇതാണ് അവർ മുതലെടുക്കുന്നത്. ഈ ദുരന്ത സമയത്ത് കുറ്റം പറഞ്ഞാൽ അവൻ നീചനും നികൃഷ്ടനുമാണെന്ന് ചാപ്പ കുത്തുന്നത് കൊണ്ട് ആണ് പിണറായി വിജയൻ പൈസ പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യവും, ഈ ദുരിതാശ്വാസ പിരിവ് ഇപ്പോഴത്തെ ഉചിതമാണോ എന്നതും, ഒപ്പം തീർച്ചയായും വീഴ്ചകൾ. ഞാൻ ഈ വീഴ്ചകളിലേക്ക് ആദ്യം കിടക്കാം. ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രധാനപ്പെട്ട വോളണ്ടിയേഴ്സും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും പല സ്വകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രതിനിധികളുള്ള ഒരു വലിയൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ യാദൃച്ഛികമായി ചെന്നുപെട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. നിസ്വാർത്ഥമായി. പക്ഷെ പലപ്പോഴും സംഭവിക്കാറില്ല, നിസ്വാർത്ഥന്മാരെ അല്ലാത്തവരെ ഒരുമിച്ച് കൂട്ടുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ പ്രശ്നം. അത് മാത്രമല്ല രാജ്മോഹൻ, ഇവിടെ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്, ഇതിനു മുമ്പ് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കമാണ് ഏറ്റവും വലിയ ദുരന്തം. 19 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി തുടങ്ങിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സർക്കാർ സംവിധാനം മാത്രമല്ല, സർക്കാർ സംവിധാനം കൊണ്ട് മാത്രം വിജയിക്കില്ല. ഇപ്പം ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ എല്ലാവരും ചീത്ത വിളിക്കുന്നു. പക്ഷേ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെ ഈ കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്തുന്നവർ കുറവാണ്. ജാർഖണ്ഡിൽ അയാൾ പോയി വിജയം നടത്തിയതാണല്ലോ അവരെല്ലാം. ജാർഖണ്ഡിൽ നിന്നല്ല, കേരളത്തിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ചെയ്യാറുണ്ട്. മാത്രമല്ല, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ സുമനസ്സുകൾ ഒഴുകിയെത്തും ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പീയൂഷ് കൃത്യമായി പറഞ്ഞു. മാത്രമല്ല, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ, ഈ 3 ജില്ലകളിലുള്ള മനുഷ്യർ എവിടെ ദുരന്തമുണ്ടായാൽ, ഞാൻ പറഞ്ഞു വേറെ ഒരിടത്തുമില്ലാത്ത വിധത്തിൽ, എന്ന് വളരെ എടുത്തു പറയേണ്ട കാര്യം, 3 ജില്ലയിൽ നിന്നും വേറെ ഒരിടത്തു നിന്നില്ലാത്ത തരത്തിൽ വലിയ തോതിൽ അങ്ങനെ സഹായം എത്തുന്നത്. ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ അന്ന് വിമാനം അവിടെ ഉണ്ടായപ്പോഴേ എല്ലാ വിലക്കുകളും അവിടത്തെ ലംഘിച്ച ആളങ്ങിയെന്ന് സഹായിച്ചില്ലേ? അല്ല, അത് അന്ന് ഈ ഉദ്യോഗസ്ഥരെ കടത്തിലുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവിടെയാണ്. അല്ല, ഇവിടെയും ഈ മനുഷ്യർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം അവിടെ ഒരു നാദാപുരത്തൊരു ഹോട്ടലുകാർ 10,000 പേർക്കൊക്കെയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ കുറ്റിയാടിലെ ഷംസീർ പറഞ്ഞു, ഇവർക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. അതായത് അവർ ഹോട്ടൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് എവിടെയെങ്കിലും സേവനമാണെങ്കിൽ, റഫീഖെന്നോ മറ്റോ അയാളുടെ പേര് നോക്കാൻ വിട്ടുപോയി, എവിടെയെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായാൽ അവരങ്ങ് മരിച്ചങ്ങ് നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യരുണ്ട്. അപ്പം ഷെഫ് പിള്ള ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഷെഫ് പിള്ളയൊക്കെ മാത്രം വാർത്തകൾ വരുമ്പോൾ ഈ റഫീഖിനെ പോലുള്ളൊരു വാർത്ത 10,000 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. 10,000 ബിരിയാണി. അത് മാത്രമല്ല, ഒരു ദിവസമല്ല. ഇവിടെ സൈനികരെ, രക്ഷാപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, പക്ഷേ മാധ്യമപ്രവർത്തകർ വാങ്ങുന്നില്ലെന്നും പീയൂഷ് പറഞ്ഞു രാവിലെ കയറിയ വൈകുന്നേരം റൂമിൽ ചെന്നില്ല കഴിക്കുന്നുള്ളൂ. കാരണം മോശമല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് വീഴ്ചകൾ. ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വീഴ്ചകളാണ്. വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ,
കോർഡിനേഷൻ ഇല്ല. അതായത് സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ കോർഡിനേഷൻ. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം വേണ്ട ഒന്ന്, ഇപ്പം പട്ടാളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കാരണം അവർക്ക് സിസ്റ്റം ഉണ്ട്, അവരെ മേധാവിനെ എത്തിയിട്ടുണ്ട്. മേധാവിയുടെ അല്ല, അവർക്ക് ഓരോ സാധനത്തിനും അവർ കൃത്യമായി അവർ പറയുന്നു, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നിടത്തോളം അവർക്ക് പ്രശ്നമില്ല. ബാക്കി ഒന്നിനും ഒരു സിസ്റ്റമില്ല. അപ്പോൾ ഇപ്പം രക്ഷാപ്രവർത്തനം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. രക്ഷാപ്രവർത്തനമല്ല, ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. രക്ഷാപ്രവർത്തനം ആദ്യത്തെ ഘട്ടത്തിൽ നടക്കുന്നത്, അത് തരക്കേടില്ലാതെ നടക്കുന്നത്. നമ്മൾ അതിനകത്ത്, കാരണം അത് സേനയാണ് നേതൃത്വം കൊടുക്കുന്നത്, മാത്രമല്ല നമ്മുടെ പോലീസൊക്കെ കൂടിയിട്ടുണ്ട്. അതിൽ കാര്യമെന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. അവിടെ മൃതദേഹം കണ്ടെത്തുക മാത്രമേ ഉള്ളൂ. അവർ ട്രെയിൻഡ് ആണെന്നൊക്കെ പറയാം. അവർ ട്രെയിൻഡാണ്. പക്ഷേ അതവിടെ നടക്കട്ടെ. നമ്മൾ ഇതുവരെ ഫോക്കസ് ചെയ്തിരുന്നുകൊണ്ടിരുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിലും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ കുടുങ്ങിക്കിടന്ന മനുഷ്യരെ കൊണ്ടുവന്ന് എവിടെയാണ്? സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ആക്കിയിരിക്കുന്നത്. അവിടെ ഏകദേശം 9,000 പേരുണ്ട്. അത് ഈ ഗ്രാമത്തിൽ നിന്ന് മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശത്തേക്കൊക്കെ വന്ന ഗ്രാമത്തിൽ നിന്നൊക്കെ വന്ന് 9,000 പേരുണ്ട്. ഈ 9,000 പേരെ അവരാണ് അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്നതും അവരുടെ കാര്യത്തിൽ ഒരു കോർഡിനേഷനുമില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഞാൻ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലെ ചില ചർച്ചകളിൽ പങ്കെടുക്കുകയും കുറേ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശിവശങ്കരൻ ഇല്ലാത്തതിൻ്റെ ക്ഷീണം അനുഭവിക്കുക എന്നുള്ളതാണ്. ട്രോളൊന്നല്ല. 2018 എന്നോട് ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്താലും 2018 ശിവശങ്കറായിരുന്നു കംപ്ലീറ്റ് നേതൃത്വം കൊടുത്തിരുന്നത്. അന്ന് റവന്യൂ സെക്രട്ടറി ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വേണുണ്ട്, ഡോക്ടർ വേണുണ്ട്. പിന്നെ പ്രശാന്ത് ബ്രോ എന്ന കളക്ടർ. ഈ മൂന്ന് പേരുടെയും കോർഡിനേഷൻ ആയിരുന്നു കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാക്കുക. രണ്ടുപേരും ഡോക്ടർമാരാണ് ബേസിക്കലി, ഒരാൾ എഞ്ചിനീയറാണ്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പം ഇപ്പം കാര്യം ശിവശങ്കർ ഔട്ടായി. പക്ഷെ അന്ന് ശിവശങ്കർ ആയിരുന്നു കീ പോയിന്റ്. പവർഫുൾ ആയിരുന്നല്ലോ. പവർഫുൾ ആണ്. എന്ത് കാര്യം ശിവശങ്കരനോട് ചോദിച്ചാൽ തീരുമാനം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യമായിട്ട് വേണ്ടത് KSRTCയുടെ സഹായമാണ്. ഇപ്പോൾ KSRTC ഒരു പ്രത്യേക ഉത്തരവിറക്കും. അന്ന് തന്നെ ദുരന്തം ഉണ്ടായ അന്ന് തന്നെ, ഏത് ദുരന്തം ഉണ്ടായിരുന്നു, ഇതിന് മുമ്പുണ്ടായ ഏത് ദുരന്തം KSRTC MDയോട് ശിവശങ്കർ പറയുന്നു, ശിവശങ്കർ MDയോട് പറയുന്നു. MD അന്ന് തന്നെ ഉത്തരവിറക്കും. എന്താണെന്നറിയാമോ? ഈ ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിക്കുന്ന സൗജന്യമായി എത്തിക്കാൻ ഉത്തരവിറക്കും. ഇത്തവണ 4 ദിവസമായിട്ടും നടന്നില്ല. മന്ത്രി ഗണേഷ് കുമാറിനെ വിളിച്ചെടുക്കത്തില്ല, MDയെ വിളിച്ച MDക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രി ഓഫീസ് വിളിച്ച തീരുമാനമില്ല. 4 ദിവസം ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ. ഇന്നലെ വൈകുന്നേരം ഉത്തരവിറങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ വാഹന ഫ്ലീറ്റ് ഉള്ള ഒരു ഏറ്റവും എളുപ്പമല്ലേ? ഇവിടുത്തെ പൊക്കോടിക്കുന്ന വയനാടേക്ക് പോകുന്ന വണ്ടി കയറ്റിയിടുക, എല്ലായിടത്തും വണ്ടി എല്ലാം കിടക്കും. ഈ ചില വണ്ടികൾ അങ്ങോട്ട് വിടാമല്ലോ. തീർച്ചയായും. അത് മാത്രമല്ല എല്ലായിടത്തും വണ്ടിയുണ്ടല്ലോ. അതെ, എല്ലാ സ്റ്റാൻഡിലും എല്ലാ ജില്ലയിലും എത്രയോ താലൂക്കുകൾ കിടപ്പുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെ ദുരിതാശ്വാസ സാധനങ്ങൾ ഇതിൻ്റെ അവസാനം എന്തെങ്കിലും ഉത്തരവിറക്കി. ഉത്തരവിൻ്റെ അകത്ത് പറയുന്നത് കളക്ടറേറ്റിൽ നിന്നും കളക്ടറേറ്റിലേക്ക് പോകാൻ മാത്രം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഇപ്പം നമ്മളിവിടെ കുറേയധികം സാധനങ്ങൾ ശേഖരിച്ച KSRTC കൊണ്ടുപോകത്തില്ല. കളക്ടറേറ്റ് കൊണ്ട് നേരിട്ട് കൊടുക്കണം. കളക്ടറേറ്റിൽ കൊണ്ടുപോയി കളക്ടറേറ്റ് അതെടുത്തിട്ട് അത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. ഒന്നത്. 2, നമുക്കിവിടുന്ന് ഒരു സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം കോഴിക്കോടുള്ളവർക്ക് ദുരിതാശ്വാസ സാധനങ്ങൾ അവർ കളക്ട് ചെയ്യുന്നു. വയനാട്ടിലെ കൊണ്ടു കൊടുക്കാൻ അവർ തയ്യാറാണ്, അനുവദിക്കത്തില്ല. കോഴിക്കോട് കളക്ടറേറ്റിൽ കൊണ്ടു കൊടുക്കണം. കളക്ടറേറ്റിൽ നിന്ന് വയനാട് കളക്ടറേറ്റിലേക്ക് വിടും. വയനാട് കളക്ടറേറ്റിൽ നിന്ന് ദുരിതാശ്വാസ സ്ഥലത്തേക്ക് വരും. ഓർക്കണം, അത്യാവശ്യമായ ഗ്ലൗസ് ഇല്ല. ഒരു 3000 ഗ്ലൗസ് വേണമെന്ന് ചോദിക്കുന്നു. ഇവിടുന്ന് 3000 ഗ്ലൗസ് ഈ പറയുന്ന വോളണ്ടിയേഴ്സ് പോയി സംഘടിപ്പിക്കുന്നു, പൈസ കണ്ടെത്തിയോ അല്ല. ഇതും കൊണ്ട് ഇവർ കളക്ടറേറ്റിൽ പോകണം. കളക്ടറേറ്റിൽ നിന്ന് വയനാട് കളക്ടറേറ്റ് പോകണം. വയനാട് കളക്ടറേറ്റ് ദുരിതാശ്വാസ സ്ഥലത്തും പിറ്റേ ദിവസമാകും. മനുഷ്യന്റെ അവസ്ഥ ഡെഡ് ബോഡിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് വേണം. നമുക്ക് ഗ്ലൗസ് ഇല്ല, ദുർഗന്ധം ഉണ്ടായിരിക്കും അവിടെ. അതിന്റെ എന്തെങ്കിലും സാധനങ്ങളില്ല, ഒന്നുമില്ല. അടിസ്ഥാന സാധനം പോലും സർക്കാർ കൊടുത്തിട്ടില്ല. ഇതെല്ലാം സംഘടിപ്പിക്കാൻ ആളുകൾ തയ്യാറാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഗ്ലൗസ് കടയിൽ ചെന്ന് എടുത്തോണ്ട് പൊക്കോളാൻ പറയും. കണക്കോലും നോക്കില്ല, കൊണ്ടുപോയില്ലേ. അപ്പോൾ സ്ട്രെച്ചർ വേണം, ഈ ബോഡി എടുക്കാനുള്ള ഫൈബർ സ്ട്രെച്ചർ വേണം. 60 സ്ട്രെച്ചറിൻ്റെ ആവശ്യമുണ്ട്. സത്യം പറഞ്ഞ് ഇതൊക്കെ സർക്കാർ എത്തിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തകർ പട്ടാളമൊക്കെ എത്തി. പട്ടാളം ബോഡി എടുക്കുമ്പോൾ ബോഡി കൊണ്ടുവരുന്ന സ്ട്രെച്ചറില്ല. അപ്പം പെട്ടെന്ന് അവിടെ ഈ ഗ്രൂപ്പിൽ ഉത്തരവ് വരുന്നു. ഉത്തരവല്ല, ആവശ്യം വരുന്നു. സ്ട്രെച്ചർ ശേഖരിക്കും. ഒരിടത്തുമില്ല. ഒരിടത്ത് 4 എണ്ണം കാണും. കോഴിക്കോട് 4 എണ്ണം ഉണ്ട്, കോയമ്പത്തൂർ 6 എണ്ണം ഉണ്ട്. എന്നിട്ട് ഇവരിതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് മേടിച്ച് ഒരു 9 വഴികൂടെ കടന്ന് തിരിച്ച് എവിടെ ചെല്ലുമ്പോഴത്തേക്കും സ്ട്രെച്ചറിൻ്റെ ആവശ്യം കഴിയും.
അതായത് ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ ആളില്ല. ഇതെല്ലാം പോട്ടെ, ഈ ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തും. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ഇതുവരെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഒപ്പിച്ചുകൊണ്ടുന്ന ആളുകളെല്ലാം നിരാശരാകും. എന്താ പ്രശ്നം? ഇവർക്ക് വളരെ കൃത്യമായി പണ്ട് മുതലേ ഉള്ള ഒരു സംവിധാനം അനുസരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്തെല്ലാം സാധനങ്ങൾ വേണ്ടി സാധനങ്ങൾ കൃത്യം എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞു, ആരും സാധനങ്ങൾ കളക്ട് ചെയ്യരുത്, പുറത്തേക്കും കൊടുക്കരുത്, ആവശ്യത്തിന് വയനാട് ഉണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഉണ്ട്. വയനാട് കളക്ടറേറ്റ് കുന്നുകൂടി. കാരണം ഇത് വയനാട് കളക്ടറേറ്റിൽ വരണം. വയനാട് കളക്ടറേറ്റ് കുന്നുകൂടി, വേണ്ടതും വേണ്ട. പക്ഷേ ഇത് ഇവിടെ നിന്നും ഡെലിവറി ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതിനുള്ള സിസ്റ്റമില്ല, അതിനുള്ള സംവിധാനമില്ല. എന്നിട്ട് ഈ മറ്റേ കാസർഗോഡ് ഭാഗത്തു നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു, കാസർഗോഡ് ഭാഗത്തു നിന്ന് 5 ട്രക്കുകൾ ഈ സാധനങ്ങൾ അവിടെ വരുവാണ്. ആവശ്യം ചോദിച്ചതനുസരിച്ചാണ്. ഈ ചോദിച്ച സാധനങ്ങളായിട്ട് വന്ന് കൊട്ടിയൂർ ഭാഗത്ത് വന്നിട്ട് അവിടുന്ന് പോലീസ് കയറ്റിവിടത്തില്ല. കണ്ണൂർ കളക്ടർ ഉത്തരവുണ്ട്, കണ്ണൂരിൽ നിന്ന് ഒരു വാഹനവും ദുരിതാശ്വാസമാണ് വയനാട്ടിലേക്ക് പോകേണ്ട, അവിടെ ആവശ്യത്തിന് സാധനമുണ്ട്. പിന്നെ ആരൊക്കെയോ ഇടപെട്ട് മണിക്കൂറുകൾ തടഞ്ഞു വെച്ച് വൈകുന്നേരം രാത്രിയിലാണ് തിരിച്ചു വിടുന്നത്. യഥാർത്ഥത്തിൽ ഒന്നിനും കോർഡിനേഷൻ ഇല്ല. ഈ എത്തുന്ന സാധനങ്ങളൊക്കെ കൃത്യമായി വിതരണം ചെയ്യാൻ സംവിധാനമില്ല. അവിടെയോ ആളുകൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു നഴ്സിൻ്റെ ഒരു സങ്കടകരമായ ഒരു ശബ്ദരേഖ ഞാനിപ്പോൾ പ്രേക്ഷകരൊക്കെ ഞാൻ ഇന്ന് രാവിലെ കൊടുത്തു, അതിവിടെ കേൾപ്പിക്കാം. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഈ ഒരു ശബ്ദരേഖ മാത്രം കേൾക്കുക. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നാണ് ഞാൻ ഇത് വോയിസ് അയക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ബോഡി എത്ര സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്മെല്ല് പോവാനുള്ള എന്തെങ്കിലും തരം പെർഫ്യൂംസ് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എത്തിക്കണം. ബോഡി തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് മൃതദേഹം ദുർഗന്ധം കാരണം മൃതദേഹത്തെ തൊടാൻ പറ്റത്തില്ല. പെർഫ്യൂം ചോദിക്കുകയാണ്. ഈ പെർഫ്യൂം അപ്പം തന്നെ പെർഫ്യൂം സംഘടിപ്പിച്ചു. പക്ഷേ ഇത് അവിടെ എത്തുമ്പോൾ പിറ്റേ ദിവസമാവും. ഒരു കോർഡിനേഷനും ഇല്ലാതെയാണ് ഇത് ആത്മഹത്യ നടക്കുന്നത്. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല, എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ നാവായിക്കുളത്തുള്ളതാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ് നാസർ. അവർ ബിസിനസ്സുകാരാണ്. അവർ വലിയൊരു തുക സമാഹരിച്ചു. അപ്പോഴാണ് അറിയുന്നത് അങ്ങോട്ടാരും പിന്നെ പൈസ കൊണ്ട് വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൊടുക്കണം. പക്ഷെ അതിന് പലരും തയ്യാറാകുമോ എന്ന് ഇനി അറിയില്ല. കാരണം പൈസ പിരിച്ചും പോയി. അപ്പോൾ അവർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. പ്രശ്നം കാശ് പിരിക്കുക. അതായത് ഇപ്പം പിണറായി വിജയൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് സാധനങ്ങളും കൊടുക്കാൻ പാടില്ല, കാശ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, സാധനം വേണ്ട, കാശ് തരാം, പക്ഷെ അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൊടുക്കണം. പക്ഷെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കാശ് കൊടുക്കുന്നത് വാശി പിടിച്ചാൽ എങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവും? അതാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി പോകുന്ന പണമെല്ലാം നഷ്ടപ്പെടും എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് യോജിപ്പില്ല. അതിന് ഓഡിറ്റിംഗ് കൊണ്ടു ഇവർ പറയുന്നുണ്ട്. പക്ഷേ വിവരാവകാശ പ്രകാരം എൻ്റെ പരിചയക്കാരൻ ഒരാൾ വിവരാവകാശം കൊടുത്തെടുത്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മറ്റേ രാജീവ് എന്ന് പറഞ്ഞ ഒരാളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റിംഗ് ഇല്ലെന്ന്. പക്ഷെ ഇവർ ഓഡിറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു, നമ്മളുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ദുരിതാശ്വാസ നിയമത്തിൻ്റെ നിയമം അങ്ങനെ 2 തരത്തിലുള്ള ഹെഡാണ്. ഒന്ന് കേന്ദ്രത്തിൻ്റെ വിഹിതമുണ്ട് ദുരിതാശ്വാസത്തിലേക്ക്, 2 നാട്ടുകാർ പിരിക്കുന്നുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ടാണ് പോകുന്നത്. ഈ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ കളക്ടർക്ക് 10,000 രൂപ വരെ തീരുമാനിക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു വീട് വെള്ളത്തിൽ വീണ് പോയാൽ കളക്ടർ 10,000 രൂപ കൊടുക്കാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. 25,000 രൂപ വരെ മറ്റുള്ള മന്ത്രിമാർക്കും മറ്റും കൊടുക്കാം. 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്കും കൊടുക്കാം. ഇതാണ് നിയമം. പക്ഷേ ഇവരതിൻ്റെ അകത്തൊരു അഡീഷണൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാബിനറ്റ് തീരുമാനിച്ചാൽ എത്ര വേണം കൊടുക്കാമെന്ന്, ആർക്കും കൊടുക്കാമെന്ന്. അപ്പോൾ ഇവർ ഈ ദുരിതാശ്വാസ നിധി സുതാര്യമാണ്, സുരക്ഷിതമാണ് എന്നൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗൺമാൻ ആക്സിഡന്റ് മരിക്കുന്നു. അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, പോലീസുകാരനാണ്. അപ്പോൾ അയാൾക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതിന് പുറമെയാണ് അയാളുടെ ഭാര്യയ്ക്ക് ഉയർന്ന ഉദ്യോഗം കൊടുക്കണം. അതും പോരാനാണ് 25 ലക്ഷം നഷ്ടപ്പെടുകയാണ്. 20-25 ലക്ഷം. അപ്പോൾ ഇതെല്ലാം കൊടുത്തത് ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കൊടുക്കുന്ന പണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മാത്രം പോകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിൽ ഇവർ പലർക്കും കൊടുത്തിട്ടുണ്ട്. പിണറായി അടിച്ചു മാറ്റുന്നല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും പ്രതികരിക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ അപ്പം കേസെടുക്കും. ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസം വേറെ ഉത്തരവ്, അതീവ ചിത്രം. ആ ഉത്തരവ് എന്താണ്? അതെങ്ങനെ? അതായത് ശാസ്ത്ര സാങ്കേതികമായ വിദഗ്ധന്മാരെല്ലാവരും ഇത് സംബന്ധിച്ച് പരസ്യ പ്രസ്താവന നടത്താൻ പാടില്ല, ഒന്നും ആരും സംസാരിക്കരുത്, അവിടെ പോകാനും പാടില്ലെന്നുണ്ട് ഈ സ്ഥലത്തേക്ക്, മേപ്പാടി പഞ്ചായത്തിലേക്ക്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു കള്ളക്കഥ തിയറി കൊണ്ടുവരും. ആ തിയറിയെ ശാസ്ത്രജ്ഞർ പൊളിച്ച ചാനൽ ചർച്ചയിൽ രാത്രി വരുമ്പോൾ അവർ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവന്നിരുന്ന പൊളിക്കും, കൃത്യമായി പൊളിക്കും. അതെ,
അതായത് സമസ്ത മേഖലകളിലും ഇവർ നിയന്ത്രണം കൊണ്ടുവരിക. അതായത് നിങ്ങൾക്ക് ദുരിതാശ്വാസ ഫണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കൊടുക്കാൻ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പാടുള്ളൂ, അവിടോട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ പാടില്ല. ഇവർ കുറേ പേര് തള്ളും. ഇത് മാത്രം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ദുരന്തം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ വല്ലാത്ത മാനസികാവസ്ഥ ഉണ്ട്. ഉറപ്പാണല്ലോ അത്. ഈ ദുരന്തകാലത്ത് ഒന്നും നെഗറ്റീവ് പറയരുത് എന്നുള്ളതാണ് മനുഷ്യൻ്റെ പൊതുവെ കാര്യം. മരിച്ചവരെ കുറിച്ച് നല്ലതേ പറയാമെന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം അതാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം അതാണ്. ദുരന്തകാലമാണ്, ഞങ്ങളൊന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഹസനൊക്കെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് മാതൃകാപരമായ പ്രവർത്തനത്തിൽ. അത് മാത്രമല്ല, കൊടുക്കരുത് എന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെ വി ഡി സതീശൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഒരു കുഴപ്പമില്ലാന്ന് ഇവർ വരുത്തി തീർക്കുക. അപ്പോൾ ജനങ്ങളുടെ വികാരം അത് പ്രതിഫലിപ്പിച്ചാൽ കേസാണ്. ഇപ്പം നമുക്കെതിരെ കേസെടുത്ത ഒരു വിചിത്രമാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയി, കേസെടുത്ത് ഞാൻ ഓർക്കണം, എത്ര ധൃതിയാന്ന് ഓർക്കണം. ഈ ഉരുൾപൊട്ടലുണ്ടാവുന്നു, ജനങ്ങൾ വെള്ളത്തിനടി മണ്ണിനടി കിടക്കുന്നു, ആ മരിച്ചവരെത്രയെന്ന് ധാരണയില്ല. അന്ന് ഏതാണ്ട് 80 പേരോ എങ്ങാണ്ട് മരിച്ചു എന്നുള്ളതാണ് ധാരണ. അന്ന് അല്ല, അന്നേരപ്പോഴും 80 ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, അന്ന് ആ ദിവസം 80 പോയിട്ടില്ല. 80 ആയിട്ടില്ല. അന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, എല്ലാവരും കാശ് തരും. 19 കൊടുത്തെന്ന് തോന്നുന്നു. കാശ് തരൂ, കാശ് തരും. ഞാൻ പത്രസമ്മേളനം നടന്നു. ഇതേക്കുറിച്ച് ഒരക്ഷരം പറയാൻ പാടില്ല. ഞാൻ അന്ന്, അതായത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ചൊവ്വാഴ്ച. എൻ്റെ വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് ഒരു 3 മണിക്കാണ്. വൈകുന്നേരം ഒരു 6 മണി ആയപ്പോഴേക്കും മുകളിൽ നിന്ന് നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു താഴത്തെ തട്ടിലേക്ക്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് CI വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും അറിയാതെ, എന്താണ് പ്രശ്നം, അയാൾക്കൊന്നും അറിയത്തില്ലാത്ത രീതിയിൽ. അപ്പം അങ്ങനെ FIR റെഡി ആയിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒന്നും അറിയാത്ത രീതി പറഞ്ഞു. രാത്രിയിൽ FIR ഇട്ടു. FIR നമ്പർ എനിക്ക് കിട്ടി. അപ്പം ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, സാറേ ഈ FIR നമ്പറിലുള്ള കേസ് എന്താന്ന് പറഞ്ഞു തരാമോ, ഞാൻ വാർത്ത കൊടുക്കാന്ന്. പുള്ളി ചിരിച്ചു. പിടിച്ച് കളഞ്ഞല്ലോ, ചിരിച്ചു. FIR നമ്പർ ഞാനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് ചിരിച്ചു. അത് അപ്പോഴാണ് പുള്ളിക്കാരൻ സമ്മതിക്കുന്നത്. ഒറ്റ ചിരിയായിരുന്നു CI. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവർക്ക് മണ്ണിൽ കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറുനാടനെ കേസെടുക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 14-15 പേർക്കെതിരെ കേസ്. ഞാൻ ഇന്ന് വിളിച്ചു ബെന്നിക്കെതിരെ കേസെടുത്തു. എറണാകുളത്തെ ബെന്നി, നമ്മുടെ ബെന്നി ജോസ്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, പരമാവധി പണം കിട്ടട്ടെ. അതേക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ കേസെടുക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസെന്ന് പറഞ്ഞാൽ അവനത് താങ്ങാനൊന്നും പറ്റത്തില്ല. കേസെടുക്കുമെന്ന് എനിക്കറിയാം, കാരണം ഇവർ നോക്കിയിരിക്കും. പ്രത്യേകം നമ്മുടെ ADGP എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അജിത് കുമാറിന്. അതുകൊണ്ട് അന്ന് പണ്ടത്തെ അങ്ങനെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആയിരുന്നപ്പം ഒരു ഊട് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പോൾ അത് അന്ന് പോലെ എന്നോട് കലിപ്പ് തുടങ്ങിയതാണ്. ആ കലിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പം അങ്ങനെ വലിയ ADGP ആയി, DGPയേക്കാളും വലിയ ആളായി. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഈ കേസെടുക്കുക. അപ്പോൾ ഇത് വന്നാൽ സ്വാഭാവികമായും എന്തു സംഭവിക്കും, ജനങ്ങൾക്കൊരു പേടി വരും. അവിടെ ആളുകൾ വിമർശിക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ പണ്ട് എല്ലാവരും വിമർശിക്കുക. ഇപ്പം ഇവരെനിക്കെതിരെ കേസെടുത്ത പോലാണെങ്കിൽ കുറഞ്ഞത് 10 ലക്ഷം പേർക്കെതിരെ കേസെടുക്കണം. ഞാൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ പോയി കാണുമ്പോൾ മുഴുവൻ പേരും തെറി വിളിക്കുക. ഒരാൾ നല്ല പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ്. പക്ഷെ ഞാൻ കൊടുക്കത്തില്ല എന്ന് തോന്നുന്നു. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം, ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം കൊടുക്കണോ വേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ കാര്യം നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ്. ഈ പറഞ്ഞ സംഭവങ്ങളോട് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് കലാപം ഉണ്ടാക്കാൻ, അതെങ്ങനെയാണ് കലാപം ഉണ്ടാകുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇവർ നിയമത്തെ കൊഞ്ചനം കുത്തുമല്ലേ? സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, അതാണ് 292 BNS 292 എന്ത് കലാപം ഉണ്ടാക്കാൻ ഇങ്ങനൊരു വിഷയം വരും? കലാപം ഉണ്ടാകാനാണെങ്കിൽ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾ പണ്ടേ കലാപം ഉണ്ടാക്കത്തില്ല. ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒന്നും പറയാം. അതാണ് രണ്ടാമതിട്ടിരിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ നിയമം. ദുരന്ത നിവാരണ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കേസെടുക്കാനാണ്. ദുരന്ത നിവാരണവും ദുരിതാശ്വാസവും രണ്ടാണ്. ദുരിതാശ്വാസം എന്ന് പറയുന്നത് വളരെ കൃത്യമായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനം ഇനി ഫണ്ട് കൊടുക്കേണ്ട ഞാൻ പറഞ്ഞാൽ പോലും കേസെടുക്കാൻ വകുപ്പില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, കേസെടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ മേൽ കേസെടുക്കുമ്പോൾ ആളുകൾ ഭയക്കും. അപ്പോൾ ഈ വിമർശനം ഒഴിവാകും. ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പേ പറഞ്ഞ കേസ്. എന്താണ് ഒരു ശാസ്ത്രജ്ഞരുടെ കാര്യം. ടിങ്കു ബിസ്വാളാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, പ്രിൻസിപ്പൽ സെക്രട്ടറി.
ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കാരിന് അനുമതിയില്ലാതെ പിന്നെ എങ്ങനെ ഇത്ര പ്രസ്ഥാനം നടത്തിയിരിക്കുക? മാത്രം ഭയങ്കര അബദ്ധമല്ലേ അത്? അല്ല, ഞാൻ ചോദിച്ചത് ഇവർക്ക് ഭയമാണ്. ഇവർക്ക് ഈ ഒരു അവസരം കിട്ടിയപ്പം ദുരന്തം വന്നപ്പോൾ അതിന് പിന്നെ മുതലെടുക്കണം. ഈ ദുരന്തത്തെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, 2021 പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം, ദുരന്തം അല്ല, കോവിഡാണ്. ജനം ഭീതിയിലിരിക്കുകയാണ്. അപ്പം ഈ കോവിഡ് കാലത്ത് അങ്ങേരെ എല്ലാ ദിവസം പത്രസമ്മേളനം നടത്തും. അതോടുകൂടി ജനത്തിന് അറിയാനുള്ള വഴി മാത്രം ആ ഒരു ദുരന്തം എങ്ങനെ മുതലെടുക്കാൻ. അതുകൊണ്ടല്ലേ പിന്നെ ഇത്രയും കാലമായിട്ട് അങ്ങേര് തിരിഞ്ഞു നോക്കാതിരുന്ന അങ്ങേര് പത്രസമ്മേളനമായിട്ട് വന്നില്ലേ? അതെ. അല്ല രാജ്ഭവൻ, ഇത് ഞാൻ പറഞ്ഞത് ഈ ഇതല്ലേ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള വല്ലാത്ത കടന്നുകയറ്റമല്ലേ? ഇപ്പൊ ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി വിമർശിക്കാൻ എനിക്ക് അവകാശമില്ലേ? ഇന്ത്യൻ ഭരണ അവകാശമില്ലേ? അല്ല, മാത്രമല്ല നേരത്തെയും പലപ്പോഴും ഇതിനൊക്കെതിരെ ശബ്ദിച്ചിരുന്ന സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ അവിടെ പോയി. അതിപ്പം പോയല്ലോ. ഒരു 50 പേരെ പ്രസ്ഥാനം വരുമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ വേറെ ആരെങ്കിലും സംസ്ഥാനത്താണെങ്കിലും. പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സാംസ്കാരിക നായകന്മാരെല്ലാം നായകളായി. അവർക്ക് ഓരിയിടാൻ മാത്രമേ അറിയത്തുള്ളൂ. എന്നത് അത്ഭുതമൊന്നും. പിന്നെ ഇവർ ഈ വ്യാജ പ്രചരണങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പ്രചരിച്ചിരുന്ന ഒരു സാധനം, നമ്മുടെ ആ ഹരീഷ് വാസുദേവൻ്റെ ഒരു വീഡിയോ, മുഖ്യമന്ത്രിയുടെ 2018 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഭയങ്കര നല്ലതാണ്. അപ്പം എനിക്ക് എൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ കുഴി പോകുന്നോർത്ത് എനിക്കെതിരിട്ടുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തോടൊരു അകലം പാലിച്ചു നിൽക്കുക. ബെന്നി ജോസഫ് ജനപക്ഷത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു പഴയ എന്താണ് അസ്മാദിയായിരുന്നു. കാരണം ഈ ബെന്നിയും ഇയാൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ ബെന്നിയുടെ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തു. ഈ ഹരീഷ് വാസുദേവൻ പഴയ ഈ ജനപക്ഷം എന്ന് പറഞ്ഞ ബെന്നിയുടെ സംഘടനയിലെ അംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ ബെന്നി വിളിച്ചിട്ട് ഇപ്പോൾ അയാൾ പറയാണ്, ഞാനും കേസ് കൊടുക്കാതിരിക്കുകയാണ്. കാരണം 2018 ഞാൻ പറഞ്ഞ വീഡിയോ ഇപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയോടെ ഇദ്ദേഹത്തിന് പോലും യോജിപ്പില്ല. എന്നിട്ട് വളരെ രസമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനിത് സ്റ്റേറ്റ്മെൻറ്റിന് കൊടുത്തു. ഇന്ന് അവിടെ എന്നെ വിളിച്ചു നമ്മുടെ ഇൻസ്പെക്ടറാണ്, എഴുതാൻ ഒരാളുണ്ട്, അവരോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം അതെല്ലാം എഴുതിയെടുത്തു. എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, രാജ്ഭവൻ ആരെയാണ് ഇവർ ഭയക്കുന്നത്? സ്വാഭാവികം. ആരെയാണ് ഭയക്കുന്നത്? അതെ, വല്ല ചോരച്ചാലിൽ നീന്തിക്കയറി വന്ന ആളുകളാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ആരും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഒരു കുഴപ്പമില്ലെന്ന് കരുതുക. ഇവർ പറയുന്നു മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് ഇഷ്ടം പോലെ. ഇപ്പം ആളുകൾ വിമർശിക്കുന്ന ആളുകൾക്ക് വിശ്വാസമില്ല. അവരുടെ വായടപ്പിക്കാൻ കേസെടുത്തും ജയിലിലടച്ചുമാണ് അവർ ചെയ്യുന്നത്. അവർ പറഞ്ഞ് ജനം വിശ്വസിക്കുന്നില്ല. അവർ എന്തുകൊണ്ട് ജനം വിശ്വസിക്കുന്നില്ല? വിശ്വസിക്കാത്തതിൻ്റെ അവരുടെ പശ്ചാത്തലമാണ്. ജനത്തിന് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. ദുരിതബാധിതരെ സഹായിച്ചാൽ മതിയാവും. ദുരിതബാധിതർക്ക് നമ്മൾ ഫണ്ട് കൊടുക്കണം. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ദുരിതബാധിതരെ സഹായിക്കാനുണ്ട്. അതിന് വഴി ഇപ്പം ഇടുക്കിയിൽ അച്ഛനോട് ഞാൻ സംസാരിച്ചു. നമ്മുടെ ജിജോ കുര്യൻ എന്ന അച്ഛൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛന് ഒരു ചെറിയ ചിലവ് പറഞ്ഞ് വീട് വെച്ച് കൊടുക്കുന്ന ആളാണ്. 1.5 ലക്ഷം രൂപയ്ക്കാണ് ആദ്യം. ഇപ്പം 3-3.5 കൊടുത്ത അച്ഛൻ 5 ലക്ഷം താഴെ നല്ല വീട് വെച്ച് കൊടുക്കും. അച്ഛൻ അവിടെ സ്ഥലം നോക്കി തീർക്കുക. വയനാട്ടിൽ ആരെങ്കിലും സ്ഥലം കൊടുക്കുവാണെങ്കിൽ അച്ഛൻ ഒരു 100 വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ബോച്ച അതിനിടെ 100 വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ ആ ബോച്ച 1000 ഏക്കറിൽ ബോച്ച പെന്നിങ്ങനെ എല്ലാം പ്രസ്താവന നടത്തുന്ന കാരണം ഞാൻ ഗൗരവത്തില്ല. അത് മാത്രമല്ല, ഓർക്കണം, ബോച്ച 1000 ഏക്കർ എന്ന് പറയുന്നതിൽ 200 ഏക്കർ സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കി 800 ഏക്കറിൽ അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലുകളും ലോകം കണ്ടിട്ടില്ലാത്ത ടൂറിസം സംവിധാനം ഉണ്ടാക്കുന്ന കൊടുത്ത് 100 വീടും വെച്ച് കൊടുത്തേക്കാം. അപ്പം ആ 100 വീട് അവിടെ വെച്ച് കൊടുക്കുന്നത് പറഞ്ഞു തന്നെ മണ്ടത്തരാന്ന് പറഞ്ഞ തെളിവാണ്. ഈ പദ്ധതിയായിട്ട് എങ്ങനെ ഈ പദ്ധതിയുടെ അവധി 100 വീട് വെച്ച് കൊടുക്കും? ഈ പദ്ധതിയുടെ ഭാഗമായി 100 വീട് വെച്ച് കൊടുക്കും. ഓക്കെ, കോൺഗ്രസ് 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വെച്ച് കൊടുത്തില്ലേ? ഇല്ലെന്ന് പറയാം. 1-2 1000 ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പം ഈ അച്ഛൻ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. അച്ഛനൊരു 50-100 വീട് വെക്കാൻ പറ്റും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരുപാട് പേർക്ക് വീട് വരും. പക്ഷെ അച്ഛനവിടെ വയനാട്ടിൽ എവിടെയും സ്ഥലം വേണം. അച്ഛൻ നോക്കി നടക്കുകയാണ്. അപ്പം ഇത്തരം സംരംഭങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. ഇപ്പോൾ ഈ ആരവമൊക്കെ കഴിയട്ടെ, ആരവം കഴിഞ്ഞിട്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉറപ്പാണ് മറുനാടൻ പ്രേക്ഷകരോട് നമ്മളൊരു നല്ല പദ്ധതി സുതാര്യമായി. അതെ, ഞാനിന്ന് MK ഹരിദാസ് എന്ന് പറഞ്ഞൊരു വിവരാവകാശ പ്രവർത്തനം MK ഹരിദാസുമായിട്ട് സംസാരിക്കുമായിരുന്നു. ബെന്നിയാണ് സംസാരിച്ചത് എനിക്ക് വേണ്ടി. സംസാരിച്ച MK ഹരിദാസ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, MK ഹരിദാസ് കഴിഞ്ഞ കുറേ കാലമായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് ആർക്കൊക്കെ കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. വിവരാവകാശം കൊടുക്കുക. സ്റ്റേറ്റ് ദുരന്ത നിവാരണം എന്താണ് മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുക്കുമ്പോൾ പറയും അത് ജില്ലാ കളക്ടറേറ്റ് കൊടുക്കാൻ പറയും. കളക്ടറേറ്റ് കൊടുക്കുമ്പോൾ പറയും അത് ദുരന്ത നിവാരണ സമിതി കൊടുക്കാൻ പറയും. അവിടെ കൊടുക്കുമ്പോൾ പറയും തഹസിൽദാർ കൊടുക്കാൻ പറയും. അവിടെ കൊടുക്കുമ്പോൾ വില്ലേജിൽ കൊടുക്കാൻ പറയും. ഇത് ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ഒടുവിൽ
ബലം പിടിച്ച് ബഹളം വെച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഇയാൾ പുറകെ നടന്നപ്പം ഈ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ കുറച്ച് സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. ഈ വെബ്സൈറ്റിൽ കയറി നോക്കണം. വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കിട്ടിയ വരുമാനം ഇത്ര, മൊത്തം ചിലവാക്കിയത് ഇത്ര, അത് ലൈഫ് മിഷൻ ഇത്ര, കോവിഡ് ട്രീറ്റ്മെൻറ്റിന് ഇത്ര എന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ആർക്ക് കൊടുത്തു എന്ന് പറയണ്ടേ? അതാണല്ലോ വേണ്ടത് നമുക്ക്. ഞാൻ പറഞ്ഞത് അർഹരാർക്കാണോ കിട്ടിയെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട് വെള്ളം എടുത്തുകൊണ്ട് പോയി എന്ന് കരുതുക. അപ്പോൾ എനിക്ക് 10,000 രൂപ അന്ന് തരണം, അതെ, 10-20 കണ്ട് തരണം, പിന്നെ എനിക്ക് വീട് വെച്ച 4 ലക്ഷം രൂപ തരണം. ഇത് തന്നെങ്കിൽ ഷാജൻ സ്കറിയായിക്ക് ഇന്ന ദിവസം 10,000 രൂപ, ഇന്ന ദിവസം 4 ലക്ഷം രൂപ കണക്ക് വരണ്ടേ? അതെ. ഇങ്ങനൊരു കണക്കൊരു പുറത്തുപെടത്തില്ല, സുതാര്യതയില്ല. ഈ പണം എങ്ങനെ പോകുന്നു ആർക്കും അങ്ങ് വന്നാൽ കുഴപ്പമുണ്ട്. കാരണം ഈ ദുരിതാശ്വാസ നിധിയുടെ ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി ഇപ്പം പണമൊക്കെ മാനദണ്ഡം അനുസരിച്ചുള്ളവർക്ക് കിട്ടിക്കാണും. പക്ഷേ ഇത് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നെടുമങ്ങാട് നിങ്ങളുടെ വാർഡിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വീട് വെച്ച് കൊടുക്കാനായിട്ട് അർഹതയുള്ള, അല്ലെ ലൈഫ് മിഷൻ വീടിന് അർഹതയുള്ള ഒരു 15 പേരുണ്ടെന്ന് കരുതുക. 5 വീടിനുള്ള ഫണ്ടേ ഉള്ളതെന്ന് കരുതുക. 15 അപേക്ഷകളുണ്ട്, 5 പേർക്ക് ഫണ്ടുള്ളൂ. ഈ 5 പേരാരായിരിക്കും? പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കുമല്ലോ, ഉറപ്പാണല്ലോ. ബാക്കി 10 പേർ, ഈ 5 പേർക്ക് യോഗ്യതയുണ്ടോ? ഉണ്ട്. പക്ഷെ ഇവരെക്കാൾ യോഗ്യത ഒരു പക്ഷേ മറ്റവർക്കാണ്. പക്ഷെ കിട്ടുന്ന ഈ 5 പേർക്കായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റ് പുറത്തു വന്ന ഈ ലൈഫ് മിഷന് വീട് കൊടുത്തതും ദുരിതാശ്വാസം കൊടുത്തതും ഒക്കെ പാർട്ടിക്കാർക്കാണ് പുറത്തു വരും. അപ്പം ഇതുകൂടി ഇവർ പുറത്തു വരും. അപ്പം ഈ സുതാര്യതയില്ലായ്മയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അതെ, അത് പറയുമ്പോഴാണ് നിങ്ങൾ മിണ്ടരുത്, കേസെടുക്കുമെന്ന് പറയുന്നത്. അപ്പം എന്നോട് പോലീസ് ചോദിച്ചത്, അല്ല നിങ്ങളിങ്ങനെ ചെയ്താൽ, സി ഐനോട് ചോദിച്ചാൽ, നിങ്ങളിങ്ങനെ ചെയ്താൽ ആളുകൾക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംശയമുണ്ട്, അവർക്ക് ഫണ്ട് കൊടുക്കും, തടസ്സമാവുകയും ചെയ്യില്ലേ? അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് വിലയൊന്നും ഇല്ലെന്നാണല്ലോ നിങ്ങൾക്ക് പറയുന്നത്. എൻ്റെ വാക്കിന് ഒരു വിലയില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ എങ്ങനെ സ്വാധീനിക്കാം? എന്നെ ഞാൻ ചുമ്മാ വായി തോന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു മഞ്ഞ ഷർട്ടുകാരൻ, എന്താണ് പിങ്ക് ഷർട്ടുകാരൻ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ എങ്ങനെ സ്വാധീനിക്കുന്നത്? അപ്പം മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം, മുഖ്യമന്ത്രിയെ പോലെ ഒരാളുടെ വിശ്വാസ്യതയെ മറികടക്കാനുള്ള വിശ്വാസം എനിക്കുണ്ടോ? ആദ്യത്തെ ചോദ്യം. 2, ഞാൻ ഇവരോട് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പൈസ കൊടുക്കരുതെന്ന് ആഹ്വാനം നടത്തിയിട്ടില്ലല്ലോ. പൈസ കൊടുക്കാൻ ആഗ്രഹമുള്ളവർ കൊടുത്തോട്ടെ. ഇപ്പം ബോബി ചെമ്മണ്ണൂർ എന്തെല്ലാം ഉടു കാണിക്കുന്നു, ആളുകൾ ഇപ്പോഴും വിശ്വസിക്കും. എന്നെ അത്ഭുതപ്പെടുത്തി പോയത്, ഇന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ അച്ഛൻ, വീട് വെക്കുന്ന അച്ഛനുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട്. അച്ഛനെ പോലെ ഒരു സ്വാത്വികനായ മനുഷ്യനെ കണ്ടിട്ട് അനേകം പേർക്ക്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഷാജ ബോബി ചെമ്മണ്ണൂരിൻ്റെ നമ്പറുണ്ടോ? ഞാൻ ചോദിച്ചു, അത് പറ്റി ബോബി ചെമ്മണ്ണൂർ നമ്പർ ഒന്ന് തരാമോ? ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പോൾ ഞാൻ അദ്ദേഹം വീട് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സ്ഥലം കിട്ടും. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ആകെ തകർന്നു പോയി. അതിനാ അല്ല, എന്നോട് ഇത്രയും ബന്ധമുള്ള അച്ഛന് പോലും ഞാനിതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല, ഞാൻ ഈ പണി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല നമുക്ക് മുടക്കൊന്നുമില്ല ചോദിക്കും. ഞാൻ പറഞ്ഞു, എന്നാലും വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ പടമാണ്, ഇയാൾ വെറുതെ ഉള്ളതല്ല, എന്നിട്ട് അച്ഛന് പോലും വിശ്വാസമില്ലേ? അപ്പൊ പിന്നെ സാധാരണ മനുഷ്യന്റെ കാര്യം പറയണോ? ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള അച്ഛന്റെ പല പദ്ധതികളെയും സാമ്പത്തികമായിട്ട് സഹായിച്ചു ലോകപരിചയമുള്ള അച്ഛൻ പോലും ബോബി ചെമ്മണ്ണൂർ വീട് വെച്ച് കൊടുക്കുന്നത് വിശ്വസിക്കുക. ഇത് പല പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും അവർ നമ്മളെ ധാരണ വിചാരിക്കുന്ന ആൾ പലപ്പോഴും ഇത്തരം തെറ്റിദ്ധാരണ ശരിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയെക്കുറിച്ച് മിണ്ടരുത്. വളരെ കഷ്ടമാണ്. എന്തായാലും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുരിതം തന്നെയാണ്. തീർച്ചയായും അല്ലേ? തീർച്ചയായും ആ ദുരിതത്തിന് പരിഹാരം ഉണ്ടാവണം. രക്ഷാപ്രവർത്തനം അത് വഴി നടക്കട്ടെ. ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം 172 മൃതദേഹം കിട്ടുന്നു. ആലോചിച്ച് നോക്കി, ചിന്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ചരിത്ര സംഭവമല്ല. ഒരു പുഴയിലൂടെ ഇത്രയും മൃതദേഹങ്ങൾ വരിക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അടിയന്തരമായി ഫോക്കസ് ചെയ്യണം. മുഖ്യമന്ത്രി പിരിവിനല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അടിയന്തരമായി ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തി അത് കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ അവർക്കൊക്കെ കൊടുക്കാനുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക. ഇവർക്ക് ദീർഘകാലം, ഇനിയിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരുപാട് കാലം കഴിയണം. അതുകൊണ്ട് അവർക്ക് നല്ല സത്യത്തിൽ എന്തിനാണ് ഈ സ്കൂളിൽ അടച്ചിരിക്കുന്നത്? ഇവർക്കൊക്കെ സർക്കാർ വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തുകൂടെ? ഇപ്പം മനുഷ്യരിൽ ജീവിക്കണ്ടേ? ഈ സ്കൂളിലെ ബാത്റൂം സൗകര്യങ്ങൾ എത്രത്തോളമാണ് ഇത്രയും മനുഷ്യർക്ക്? അത് നമ്മൾ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. വീട് സർക്കാർ എടുത്ത് കൊടുക്കണം. അങ്ങനെ സർക്കാർ വീടെടുത്ത് കൊടുത്താൽ അതിനുള്ള ഇതിനെല്ലാം ജനം കാശ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തെ കൊടുക്കുമെന്നുള്ളതാണ്
അതെ. NGO ഒരുപാട് NGOകളുണ്ടല്ലോ, അതെ NGOകൾ കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ദുരിതത്തിൽ ഒരുമിച്ച് നിൽക്കാം. എന്തിനാണ് ജനങ്ങളോട് ഈ ശത്രുത മുഖ്യമന്ത്രി കാട്ടുന്നത്? ഈ ദുരിതാശ്വാസ ഇതിൻ്റെയൊക്കെ പേരിലൊക്കെ കള്ളക്കേസ് എടുത്ത് ആളുകളെ നിശബ്ദരാക്കുകയും ജയിലിലടക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് മാത്രം. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, പക്ഷെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് മുതലെടുക്കരുത്. അതാണ്, ഒരുമിച്ച് നിൽക്കണം. അതെ, അതിന് പേര് മുണ്ടരുതെന്ന് പറയും. വിമർശിക്കാനുള്ളത് വിമർശിച്ചുകൊണ്ടിരിക്കും. അതെ, വിമർശിച്ച് അവൻ നീചനാണ്, കേരള വിരുദ്ധനാണ്. എനിക്കെതിരെയൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഈ നാറിയെ ഒരുത്തൻ എഴുതിയിരിക്കുന്ന ഈ നാറിയെ ഒരു ഉരുളും എടുക്കുന്നില്ലല്ലോ, ഒരുത്തന്റെ കമന്റാണ്. എനിക്ക് ചൊറിഞ്ഞു കയറി വന്നു. പിന്നെ ഞാൻ പോട്ട ഇത്ര യുവമാരോടൊക്കെ ഇതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പുനരധിവാസത്തിനൊക്കെ ഊന്നൽ കൊടുക്കുക. പണമൊക്കെ തന്നെ എത്തും. അങ്ങ് ചെയ്യുന്നത് സത്യസന്ധമാണ്, നാട്ടുകാർക്ക് ഗുണം ചെയ്യുമെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ജനങ്ങൾ കാശ് തരും. കോടിക്കണക്കിന് ഇപ്പം മുതലാളിമാരാ കാശ് തരുന്നത്. സാധാരണ മനുഷ്യരും കാശ് തരും, ഇല്ലാത്ത കാശ് എടുത്ത് തരും. നിങ്ങളത് മുതലെടുക്കുക എന്നുള്ള തോന്നൽ മാറ്റുക. എല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമുക്ക് എല്ലാവരും നിൽക്കാം. മറുനാടനും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. നിങ്ങൾ ഈ ഉഡായിപ്പിലൂടെ അഭിപ്രായം പറയുന്നത് ജയിലിലടക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അല്ലെ, ഞങ്ങൾ ഒപ്പം നിൽക്കും. ആരാണോ സത്യസന്ധതയോടെ പെരുമാറുന്നത് അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും. നന്ദി.